ദിസ് മീ അൻസ ഹിയർ. അപ്പം ഇന്ന് ഞങ്ങൾക്കൊരു കുടുംബസംഗം ഉണ്ട് കേട്ടോ. ഇപ്പം ഇന്നലെയൊക്കെ ആയിട്ട് കുറേ പരിപാടികളാണ്. ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിന്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നേരെ പോയി കാണുക കേട്ടോ. അപ്പം ഇന്നൊരു കുടുംബസംഗമാണ്. കുടുംബസംഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ബോറടിയാണ്. കാരണം കുറേ ഒരു പ്രസംഗമൊക്കെ ആയിട്ട് നല്ല ചടപ്പാണ്. ഉമ്മമാർക്കൊക്കെ നല്ല അടിപൊളി പരിപാടിയാണ്. ഒരു ബന്ധുക്കളോടൊക്കെ കണ്ട് അതും ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല ചടപ്പുള്ള പരിപാടി തന്നെയുണ്ട് ഇത്. പക്ഷെ ഉമ്മ ഒരൊറ്റൊരാളുടെ ഭീഷണി കൊണ്ടാണ് ഞങ്ങൾ വന്നത്. മാത്രമല്ല നല്ല ചൂട് കൊടുക്കണം, വിശക്കണമുണ്ട്. കാരണം ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം പിന്നെ ഈ ഒരു പരിപാടി കുറച്ചെങ്കിലും ഇൻട്രസ്റ്റഡ് ആയി തോന്നിയത് കിഡ്സ് പ്രോഗ്രാം വന്നപ്പോഴാണ് കേട്ടോ. കാരണം അവിടെ നിന്ന് ഒരാൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിന് ആൻസർ അറിയുകയാണെങ്കിൽ നമ്മളത് പറഞ്ഞാൽ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താ വെച്ചാൽ നമ്മളെ സീറ്റിൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ച് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ സ്റ്റിക്കർ കണ്ടുപിടിച്ചവർക്ക് കൊടുത്താലും നമുക്ക് ഗിഫ്റ്റ് കിട്ടും. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഈ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മമാൻ്റെ അമ്മാൻ്റെ തറവാട്ടിൽ നടക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഓർക്കൊക്കെ നല്ല അടിപൊളി പരിപാടി തന്നെയാണ്. കുറേ വർഷങ്ങളായിട്ട് ഇത് നടക്കുകയാണ്. എൻ്റെ അറിവിൽ ഞാൻ ചെറുപ്പത്തിലുള്ള ടൈമിൽ തന്നെ ഈ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്ന് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേഷനിൽ ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു കേട്ടോ. ഇതിനേക്കാളും ധൃതിയാണ് അത് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ എല്ലാവരും വെയിറ്റിംഗ് ആണ്. രണ്ടുപേരും കസാലയായിരുന്നു, ഒരുവരെ വെയിറ്റിംഗ് ആണ്. ഇപ്പം നോക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ എന്തായാലും തല്ലൂടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് എത്തി. നെയ്ച്ചോറാണ് കേട്ടോ കൂടെ ഫുഡ്. നെയ്ച്ചോറും അതുപോലെ ആടുകുറുമ എന്ന് തോന്നുന്നു, ആടുകുറുമനെയാണ് തോന്നുന്നു, ആടുകുറുമയും പിന്നെ അതിൻ്റെ കൂടെ ചിക്കനും അതുപോലെ അച്ചാറും ഫ്രൂട്ട് സലാഡും അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡിന്. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ എൻ്റെ കസിൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോയി. ഒരു രോഗിനെ കാണാണ്ടേന്. അപ്പം അതും കണ്ട് ഞങ്ങൾ നേരെ അമൂലിക്ക് പോയി കേട്ടോ. അമൂലിൽ ഞങ്ങൾ നല്ല 3 ഐസ്ക്രീം വാങ്ങി, ഒരു ഫ്രൂട്ട് പഞ്ചും ഒരു കിവിയും അതുപോലെ ഒരു സീതാപ്പായും കേട്ടോ. സംഭവം ഡെക്കറേഷനിലൊക്കെ അടിപൊളി ഫ്രൂട്ട് പഞ്ചിനാണെങ്കിലും ടേസ്റ്റ് സീതാപ്പായ കേട്ടോ. ഞങ്ങളിവിടെ ചെമ്മാടുള്ളൊരു അമൂലിൻ്റെ ഷോപ്പിലാണ് കേട്ടോ. ഇവിടുത്തെ ഐസ്ക്രീം നല്ല അടിപൊളി ടേസ്റ്റാണ്. 3 പേര് നല്ല രീതിക്ക് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പം ഞങ്ങൾ ആ ഗിഫ്റ്റൊക്കെ തുറന്നു നോക്കി. ഒരു ഗ്ലാസ് ബൗളേനി കേട്ടോ. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു, 4 കേട്ടോ. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.